കണ്ട കാട കെ ഫോർ കാട നല്ലതുപോലെ കഴുകി തങ്കു. ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് കഴിയുന്നത് 6 കാട, ആൾക്ക് 1 കാട, എനിക്ക് 2 കാട. കാട മുട്ട ഇത് ഇന്ത കാട ഇട്ട മുട്ട താനേ 18 മുട്ട, 8 മുട്ട എനിക്ക്, ബാക്കി മുട്ട നിങ്ങക്ക്. എന്താലേ തങ്കു കെ ഫോർ കാട ഫോർ മീ. ഇനി പിന്നെ വറുത്തെടുക്കാനായിട്ടുള്ള മസാല സെറ്റ് ആക്കണം. ആരാ സെറ്റ് ആക്കുക? K4 കാർത്തിക് തന്നെ സെറ്റ് ആക്കിക്കോ. എല്ലാം എനിക്ക് മേൽനോട്ടം മാത്രമേ ഉള്ളേ. പോവല്ലേ? അതെ, മേൽനോട്ടത്തിന് ആളുണ്ട് ഇവിടെ. ആ സ്ഥാനം ഞാൻ ആർക്കും വിട്ടു തരില്ല. അളവ് ഞാൻ നോക്കട്ടെ, അളവ് നോക്കിട്ട് എന്റെ കണ്ണൊക്കെ നല്ല അർത്ഥം. മല്ലിയില, പുതിനയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ആദ്യം അപ്പം മുളക് ഇട്ടോ ഇട്ടോ. ഓ, അത് ഞാൻ മേൽനോട്ടല്ല, മുളക് പൊടി ഇട്ടു. ഞാൻ ശുഭകാര്യങ്ങൾക്ക് മഞ്ഞളിന്ന് ആരംഭം. മഞ്ഞൾ, മുളക് പൊടി ഇത്ര ഇട്ടെ. ഇച്ചിരി കൂടി ഇട്ടോ. എനിക്കറിയാം കണക്കൊക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. മല്ലി, നെസ്കഫേ മസാല, നെസ്കഫേയിൽ ഇട്ട് വെച്ച ഗരം മസാല. എനിക്കറിയാം പൊട്ടിക്കാനായിട്ട്. അത് തേങ്ങല്ലേട്ടാ, നല്ലൊരു തേങ്ങ പൊട്ടിച്ചോളൂ. മുട്ട കറക്റ്റ് ആയിട്ട് വീഴണം അതിലേക്ക്. എണ്ണ, ഉപ്പ് നോക്കും. ഉപ്പ് ഇത്തിരി അധികം ഇട്ടോളൂ കേട്ടാ. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. 6 കാടയ്ക്ക് വേണ്ടി 6 ഉണ്ട മസാല ഉണ്ട. ഇനി നമുക്ക് ഇതുപോലെ എങ്ങനെ ഒരെണ്ണത്തിൽ എടുക്കുന്നു, ഒരു ഉണ്ടയില് കടത്തുന്നു. ആൾക്ക് ഓരോ കാടയ്ക്ക് ഓരോ ഉണ്ട. ഒരുമിച്ച് ഞാൻ മിക്സ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടേ. സിക്സ് പാക്ക് ബോഡി ഷെയിം ചെയ്തു. ഞാൻ നിങ്ങൾക്കെതിരെ ഞാൻ എൻ്റെ ഒരു കാട ഞാൻ കൊടുക്കും. കാട കട്ട്. ഓ നന്മയുള്ള ലോകമേ. അതെ, നല്ല പോലെ പറ്റാൻ പോവാൻ ഞാൻ. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ എടുത്ത് വെക്കണം. ഇതെന്ത് പരിപാടി? മുട്ടയിലൊരു പ്രയോഗം. ഇതിലെന്തത് കേടായതൊക്കെ ഇരിക്കണ്ടല്ലോ. ഹലോ, അതെ, ഭംഗിയില്ല, ഷേപ്പില്ലാത്തതൊക്കെ എനിക്ക് കേട്ടോ. ഷേപ്പില്ലാത്ത ഞാനിത് കഴിക്കാം. അതെ, കാട ഫ്രൈ കഴിഞ്ഞില്ല. ഇനി കാട മുട്ട ഒരു ചെറിയ പരിപാടി ഉണ്ട്. എൻ്റെ ഒരു കുറെ ആയിട്ടുണ്ട്. ജസ്റ്റ് ചൂടാക്കി എടുക്കാം. അതിന് വെളിച്ചെണ്ണ എടുക്കണം. അല്ല ഇവിടെ തണുത്തിട്ട് എടുത്തിരുന്നു ഉരുളല്ലേ. കുപ്പി മാറി ഉണ്ണി അറിഞ്ഞില്ലേ? വെളിച്ചെണ്ണ നന്നായി എടുത്ത്. ഇതുണ്ടല്ലോ കേരളത്തിൽ ഇന്നേ വരെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇടാൻ പോണത് കറിവേപ്പില. കറിവേപ്പില പൊട്ടിച്ച പുറത്തുനിന്ന്. ഓ, കയ്യിൽ വെച്ചിരിക്ക. അല്ലെങ്കിലും തങ്കു ചൂടായെന്ന് അറിയാ. നോക്ക്, ഒരു പിടി കറിവേപ്പില കയ്യിൽ കൊള്ളണം. എത്രത്തോളം ഇടാം. വെള്ളം ഉണ്ടായിരുന്നു. അയ്യോ, മുളക് പോയിട്ടോ. അതും കയ്യിൽ വെച്ചിരിക്കുക. മീറ്റ് മസാല 1 ടീസ്പൂൺ ഇടാട്ടാ. ചൂടധികം വേണ്ട, കരിയുവേ. ലാസ്റ്റ് നമുക്ക് പെരിഞ്ജീരകത്തിന്റെ കുറച്ച് 1 പിടി. അടുപ്പിൽ വെക്കരുത്, അടുപ്പിന് മുകളിൽ നിന്ന് ഇങ്ങനെ നിന്ന് കുക്ക് ചെയ്യണം. 2 പൊടി ഇട്ടോ, അല്ല പിടി ഇട്ടോ. ഉണ്ടല്ലോ, ഇവനൊന്ന് സെറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് നേരെ നമ്മുടെ കാടനിടാം. കാടൻ ചേച്ചി ഇതിലുള്ള ചെറിയ പീസും ചേച്ചി തിന്നു അല്ലേ? നീ നോട്ടിട്ട് വെച്ച് കാണുമായിരിക്കും. കാടമുട്ട ഇട്ടിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആക്കി എടുക്കാം. അതിന് വേണമെങ്കിൽ നിലത്ത് വെച്ച കുറച്ച് നേരം. കുറച്ച് നിലത്തിരുന്നോട്ടെ. എങ്ങനെയുണ്ട് ടേസ്റ്റിനാ? എന്തായി കാടൊക്കെ ഞാൻ റെഡി. ഞാൻ പറഞ്ഞില്ല, ഔട്ട് സൈഡിലാണ് നമ്മുടെ കാട ഫ്രൈ വേണ്ടിട്ട് സാധനമെല്ലാം റെഡി. ഞാൻ തീ കൊടുത്തിട്ടാ. അല്ല ഉണ്ണി, ഇത് കോരാനുള്ള സാധനമൊക്കെ എടുത്തോ? നീ എന്ത് കോഴിക്ക് കാവലിരിക്കാ? കോരി എന്താന്നറിയോ? കോരി എന്താന്നറിയോ? അതന്നെ മിക്സിയോ? പച്ചമുളക്, കറിവേപ്പില എന്തെങ്കിലും ഇട്ടിട്ടാണോ വറുക്കുന്നേ? അതോ വെറുതെ എണ്ണ ഒഴിച്ചിട്ട് വറുക്കാണോ? എന്താ ഉദ്ദേശം? അല്ല, പച്ചമുളക്, കറിവേപ്പില, പെരിഞ്ജീരകം എന്തെങ്കിലും ഇടുന്നുണ്ടോ? ഇവിടെ പൊട്ടിക്കാന്ന് വെറുതെ പൂ കൊണ്ട് പറിച്ചിടുന്നു.
ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ തീ കൊടുക്കാൻ പോവാം. തീ കൊടുക്കാൻ പോവാണ് ഞാൻ. ആ കറിവേപ്പില വേണ്ടേ? കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെക്കി. ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. ഫ്രഷ് തുളസിയില വേണോ? തീ കൊടുക്കാൻ പോവാട്ടാ. അയ്യോ, നമുക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. വെള്ളമല്ല വെളിച്ചെണ്ണ. അകലൊന്ന് കഷ്ണം പൊക്കി ഒഴിക്കണം. ഫ്ലൈറ്റ് എന്താ ഒരു ഇതില ചെയ്യണേ? കത്തുന്നില്ലടാ. ഇല്ല കത്തുന്നുണ്ട്. എങ്ങോട്ട് പോകാ രുദ്ര? ചൂടാവുന്നത് കാത്തിരിക്കാണേ. കണ്ണ് എടുക്കാതെ കാത്തിരിക്ക. വെളിച്ചെണ്ണ ചൂടാകുമ്പോ അപ്പൊ തന്നെ ഭയങ്കര ഫ്ലൈറ്റ് ആണല്ലോ ഈയിടെയായിട്ട്. എങ്ങോട്ടേലും പോയാലോ? അത് ഞാൻ നാളെ അച്ഛനോട് പറയായിരുന്നേ. ഈ ഫ്ലൈറ്റ് ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഇനി കുറച്ചാള് റെസ്റ്റ് എടുക്കാന്ന് ഓർക്കുമ്പോ ഈ ഫ്ലൈറ്റ് മോളിൽ കൂടെ പോകും. പിന്നെ എങ്ങനെ സമാധാനത്തോടെ ഇതിലെ പോണല്ലേ? ചൂടായി എന്ന് പറഞ്ഞപ്പോഴേ രുദ്രൻ ചോദിക്കുക, മാറിയിരിക്കും നിങ്ങള്. ഇത് പൊട്ടിത്തെറിക്കുവേ. മാമൻ എന്താ ബോംബാണ് ഉണ്ടാക്കണേ? നല്ല കൂടെ ഫ്രൈ കൂടത്തായി അങ്ങനെ ഇടാൻ പോവാ. ഒരെണ്ണം കൂടെ. അഞ്ചെണ്ണം കൊള്ളും. ഇനി ഒരാളാണോ? 2 പേരുണ്ട്. എന്നാ അവരെ 3 പേരെ ലാസ്റ്റ് ഓർക്കാനോ? ശ്രദ്ധിക്കണം മറക്കുമ്പോ. ഇതുപോലെയൊക്കെ പൊട്ടലുണ്ടോ? നിങ്ങളൊന്നും പേടിക്കരുത്. ഓ മൈ ഗാഡ്, ഞാൻ പെട്ടു. ഇവിടെ തന്നെ ഞാൻ പറ്റില്ല. എല്ലാം വെളിച്ചെണ്ണ കൈ കാലൊക്കെ. അമ്മ മീൻ കാട ഫ്രൈനും കാല് ഫ്രൈ ഉണ്ടാവും. നീ അവിടെ മാറി നിന്നേ. എന്റെ ഐഡിയ ആയി പോയി. നോക്കണം. മറച്ചിടാ. അടുത്തൊരു പറയുമ്പോ ഞാൻ പറഞ്ഞു കാർ പാർക്കിംഗ്. റെഡി ആയിട്ടില്ല, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യണം. അമ്മ കറിവേപ്പിലയും മുളകൊക്കെ ആയിട്ട് വന്നു. അപ്പൊ അച്ഛൻ പറയാ മൂടി കൊണ്ടുവരാൻ. അപ്പൊ അമ്മ തരണ്ടേരുന്നില്ല ഇങ്ങോട്ടൊന്ന്. അമ്മ വാതിലടക്കാൻ പോവാ. അതാ ഞാൻ പറഞ്ഞ കാട വിത്ത് കാല് ഫ്രൈ. സെക്കൻഡ് ട്രിപ്പ്. ആ കാട റെഡി. നോട്ട് യെറ്റ്. അതിലുണ്ടോ നോക്കട്ടെ കേട്ടോ. ചെറിയതാ, ഭയങ്കര ടേസ്റ്റ്. നമ്മുടെ അല്ലാതെ വെളിയിലുള്ളതാണോ? ഈ വീട്ടിലത്തെ ഏത്? ചക്കക്കൊമ്പനാണ്. ചക്കക്കൊമ്പനാണ് അവൻ. അത് പ്രശ്നക്കാരനാണ് ഞാൻ പറഞ്ഞത്. അധികം എന്തിനാണോ മുറം? മുളക് വാർത്ത കൂര്യം കിട്ടണം. അതിനുള്ളിൽ ഒരു കാലിൽ എന്താ ഒരു മാംസത്തിന്റെ കുറവുണ്ടല്ലോ. ഞാനത് എന്തോ നോക്കിയതാ. ഇവിടെ തണുപ്പായിരിക്കും. കാട റെഡി. കൂടെ വാ മക്കളെ. അപ്പൊ
കേട്ടാ കാട മുട്ടയും കാട ഫ്രൈയും ആണ്. അപ്പൊ എന്റെ ആയതുകൊണ്ട് എനിക്ക് 2 ഡിഷ് ഉണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഞാൻ വെട്ടിച്ചു. അപ്പൊ ആദ്യം തന്നെ ഫസ്റ്റ് പ്രൈസ് ആർക്കാ? കഴിഞ്ഞിട്ടില്ല, ഞങ്ങളൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഐറ്റംസ് ഇറക്കും ഇങ്ങോട്ട്. കഴിക്കാം നമുക്ക്? യെസ് കഴിക്കാൻ കിട്ടുമോ? യെസ്. അയ്യോ കാടമുട്ട കഴിക്കാം. ഒറ്റ കടിക്കുള്ളൂ. ഓ ഓ ഓ കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ശിവ കഴിച്ചു നോക്ക്. ആ ഇത് എന്നാ. ചോടന്നാ ശരി കാടാ. ചേട്ടാ നല്ല രസം കേട്ടോ. അയ്യോ